ഇവിടെ തന്നെ ഇന്ത്യയിലെ വലിയ മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകൾ ആഗ്രഹിച്ചാൽ അവരാഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഭരണാധികാരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അദാനിയും അംബാനിയുമെല്ലാം ഇനി BJP അവിടെ നിൽക്കട്ടെ, കോൺഗ്രസ്സാണ് വരേണ്ടതെന്ന് വിചാരിച്ചാൽ അതിനുവേണ്ടി കരുക്കൾ മെനയാനും അവർക്ക് സാധിക്കും എന്നുള്ള അവസ്ഥയിലേക്ക് ലോകം എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ അത് നമ്മൾ കാണണം. അതിൻ്റെ അർത്ഥം ഇടതുപക്ഷം മോശമാണെന്നല്ല, വലതുപക്ഷം ശക്തമായിരിക്കുന്നു എന്നാണ്. ഇടതുപക്ഷം മോശമായതുകൊണ്ടല്ല വലതുപക്ഷം ശക്തമായത്. മനുഷ്യരെ ചൂഷണം ചെയ്ത് ആർജിച്ചു വെച്ചിട്ടുള്ള സമ്പത്തിൻ്റെ കരുത്തിൽ തെറ്റ് ചെയ്യാൻ, മനുഷ്യരെ വീണ്ടും വീണ്ടും ചൂഷണം ചെയ്യാൻ വലതുപക്ഷ ആശയഗതികൾക്ക് സാധിക്കുന്നു. അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ മറന്നിട്ട് കാര്യമില്ല. അപ്പോൾ ലോകം തന്നെ ഒരു വലതുപക്ഷത്തേക്കുള്ള മാറ്റം. നേരത്തെ സോവിയറ്റ് റഷ്യയിൽ വിപ്ലവം നടന്നപ്പോൾ എന്ത് ഗുണപരമായ മാറ്റം അവിടെ ഉണ്ടായത്, എന്തൊരു ഹൃദയാവർജകമായ മാറ്റമാണ് ഉണ്ടായിരുന്നത്. പട്ടിണി കിടന്ന മനുഷ്യർ ഒരു 4-5 കൊല്ലം കൊണ്ട് ആഹാരം കഴിക്കാനുള്ളവരായിട്ട് മാറി. എല്ലാ ഗ്രാമങ്ങളിലും സ്കൂളുണ്ടായി, എല്ലായിടത്തും ആശുപത്രികളുണ്ടായി. വലിയ തോതിൽ സ്ത്രീകൾ ഗാർഹിക അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെട്ടു. ഇഷ്ടംപോലെ കമ്മ്യൂണിറ്റി കിച്ചണുകളും അതുപോലെ കമ്മ്യൂണിറ്റി അലക്ക് കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ടായി. അപ്പോൾ ഗാർഹിക അധ്വാനത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട സ്ത്രീകൾക്ക് പൊതുസമൂഹത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് ഇറങ്ങി വരാൻ കഴിയും. പെൺകുട്ടികൾക്ക് പഠിക്കാനും ഇഷ്ടംപോലെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ആയിട്ട് മാറാനും ഒക്കെ കഴിയുന്ന അവസരമുണ്ടായി. എല്ലാവർക്കും 18 വയസ്സ് കഴിയുന്നവർക്കൊരു തൊഴിലും അതിനുള്ള കൂലിയും ഒക്കെ കിട്ടുന്ന ഒരവസ്ഥയുണ്ടായി. അങ്ങനെ മനുഷ്യർ സന്തോഷത്തോട് ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് മാറിയിരുന്നു. പക്ഷെ അവിടെ കുത്തിത്തിരിപ്പുണ്ടായി, അവിടെ പ്രതിവിപ്ലവം നടന്നു. അതിൻ്റെ ഫലമായ ജീവിത സുരക്ഷിതത്വം തകിടം മറഞ്ഞു. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. വേറിട്ട് പോയ രാജ്യങ്ങളിൽ വർഗീയതകൾ ഉടലെടുത്തു, വംശീയതകൾ ഉടലെടുത്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണം നടക്കുമ്പോൾ വർഗീയതക്കും വംശീയതക്കും ഒന്നും സ്ഥാനം ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒന്ന്. അതാണ് ഗവൺമെൻറ് അങ്ങനെയാണ് പറയുന്നതെങ്കിൽ തമ്മിലടിക്കാൻ കഴിയില്ല ജനങ്ങൾക്ക്, അല്ലേ? ഗവൺമെൻറ് പറയുന്നു ഹിന്ദു ക്രിസ്ത്യാനി മുസ്ലിം എല്ലാം ഒരേ അവകാശമുള്ളവരാണ്. അപ്പോൾ ജനങ്ങൾ തമ്മിലടിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ സോവിയറ്റ് യൂണിയന് സാധിച്ചിരുന്നു. പക്ഷെ അട്ടിമറിഞ്ഞു പോയപ്പോൾ ഈ വേറിട്ട് പോയ പ്രവിശ്യകളിലെല്ലാം ഇപ്പോൾ വലിയ അലമ്പാണുണ്ടായിട്ടുള്ളത്. അതിലൊന്നാണ് ഇപ്പോൾ നടക്കുന്ന വലിയ ഉക്രൈനിൽ നടക്കുന്ന യുദ്ധം. എന്തൊരു പതനമാണ്! രാജ്യത്തെ മനുഷ്യരെ കൂട്ടക്കുരുതി ചെയ്യുക. എത്ര മനുഷ്യരെ മരിച്ചു പറയുമ്പോൾ എളുപ്പമാണ്. മനഃശാസ്ത്രപരമായിട്ട് ചിലർ പറയാറുണ്ട്, നമുക്ക് ഒരു മനുഷ്യനെ ആളുകൾ വളഞ്ഞിട്ട് അടിച്ച് കൊന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് വല്ലാതെ വേദന, കുറേ ദിവസം നമ്മൾ രാത്രിയുടെ ഉറക്കം കെടുത്തുന്ന അനുഭവമായിട്ട് അയ്യോ എന്ന് തോന്നുന്നു ഒന്നായിട്ട് മാറും. എന്നാൽ ആയിരക്കണക്കിന് 50,000 ആളുകളുടെ മേലെ ബോംബിട്ട് കൊന്നു എന്ന് പറയുമ്പം അത് ഇരട്ടിക്കുകയല്ല ചെയ്യുന്നത്, അത് ലഘൂകരിക്കപ്പെടുകയാണ്. ഒരു മനുഷ്യനെ കരിച്ചു കൊന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന് തോന്നുന്ന ബേജാറ് ചിലപ്പോൾ 50,000 മനുഷ്യരെ ബോംബിട്ട് ചുട്ടുകൊന്നു എന്ന് പറയുമ്പോൾ വരുന്നില്ല എന്നുള്ളത് മനുഷ്യ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയായി മാറുകയാണ്. എത്ര മനുഷ്യരെയാണ് ചുട്ടുകരിച്ച് കിടന്നത് ബോംബിട്ടിട്ട്. ഉക്രൈനിലെ ജനങ്ങളുടെ എന്താണ് അവരുടെ ഒരു ജീവിതം എന്ന് ആലോചിച്ച് നോക്കും. അപ്പം സമാധാനപൂർണ്ണമായി ജീവിച്ചിരുന്ന ഒരിടം എത്ര പെട്ടെന്നാണ് തകിടം മറിഞ്ഞ് യുദ്ധഭൂമിയായി മാറിയതും ആളുകൾ വലിയ കലാപത്തിലേക്ക് പോയതും വലിയ തോതിൽ ആക്രമണം നടന്നതും. ഇത് തന്നെയാണ് ലോകത്തെല്ലായിടത്തും സംഭവിക്കുന്നത്. ഒരു സ്ത്രീയാണ് ഇപ്പോൾ ഇറ്റലിയിൽ അധികാരത്തിൽ വന്നിരുന്നത്. നിങ്ങൾക്കറിയോ അവരുടെ പേരെന്താണെന്നുള്ളത്? കണ്ടാലൊന്നും തിരക്കേടില്ല, നല്ല ഫാഷൻ ലേഡിയാണ്. നരേന്ദ്രമോദിയൊക്കെ പോകുമ്പോൾ വലിയ സ്വീകരണമാണ്. രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. 2 രാജ്യങ്ങൾ ഒരേ ആശയഗതിക്കാരാണ്. പക്ഷേ മെലോനി എന്ന് പറയുന്ന ഈ സ്ത്രീ ഇറ്റലിയിലെ സാധാരണക്കാർക്ക് ഗുണം ചെയ്യും ഇല്ല. അവരൊരു സാമ്പത്തിക കേന്ദ്രീകരണത്തിൻ്റെ വക്താവാണ്. അതുപോലെ വിദേശികൾ ഇവിടെ താമസിക്കേണ്ടെന്ന് പറഞ്ഞു തുടങ്ങിയവരാണ്. ഇറ്റലിയിൽ നിന്ന് എല്ലാവരും വെട്ടി പോകണം എന്നുള്ള സൂചന പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുടിയേറ്റത്തിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും അവിടെ പോയി താമസിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുടിയേറ്റക്കാരായി കണ്ട് ശത്രുപക്ഷത്ത് നിർത്താൻ ശ്രമിക്കുകയാണ്. ഇതാണ് ഇടതുപക്ഷ ആശയങ്ങളും വലതുപക്ഷ ആശയങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ലോകത്തിലെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകുന്നു. ഇവിടെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരാം. കേരളത്തിലുള്ളവർക്ക് മറ്റു രാജ്യങ്ങളിൽ ഇതൊരു കുഞ്ഞു സംസ്ഥാനമല്ലേ? ഇവിടുത്തെ ജനസംഖ്യ വളരെ കൂടുതലാണ്. ഇവിടെ ജനിച്ചു വളരുന്ന മുഴുവൻ ആൾക്കും ഇവിടെ സർക്കാർ ജോലി കൊടുത്തു കൊള്ളണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യമല്ലേ? റവന്യൂ വരുമാനം വളരെ കുറഞ്ഞൊരു സംസ്ഥാനത്തിൽ ഇവിടെ വന്ന് ജോലി തേടി ലോകത്തിൻ്റെ ഏതറ്റത്തും പോകണം. അതൊക്കെയാണ് മനുഷ്യജീവിതം. ഇവിടെ ഒന്നും ഉണ്ടാക്കണ്ട എന്നുള്ളതല്ല. പക്ഷേ അങ്ങനെ പോകാനുള്ള അവസരങ്ങൾ പോലും നിഷേധിക്കുന്ന വലതുപക്ഷ ആശയങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും വരുമ്പോൾ നമ്മൾ സഹകരണ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ എന്താ കരുതുന്നത്? അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമൊന്നുമല്ല.
ഞാനിവിടെ സഹകരണ ആസ്പത്രിയിൽ ജോലി ചെയ്യുന്നു, എൻ്റെ ശമ്പളം കൃത്യമായിട്ട് എല്ലാ മാസത്തിലും കിട്ടണം, പിന്നെ കിട്ടാണ്ട് ചില ആനുകൂല്യങ്ങൾ കിട്ടണം, ചെറിയ വർധനവ് കിട്ടണം, അതൊക്കെ കിട്ടണം. അത് മാത്രം ചിന്തിച്ചിട്ട് ലോകത്തിലെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുമോ? ലോകത്തിലാകെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന വലതുപക്ഷ വ്യതിയാനം നമ്മുടെ ഇന്ത്യയിലും വരികയാണ്. ആ വലതുപക്ഷ വ്യതിയാനത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് വീണ്ടും വീണ്ടും അധികാരത്തിൽ വരുന്നത്. നേരിട്ട് മോഡി ഗവൺമെൻറ് നടത്തുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടല്ല വരുന്നത്. അതുണ്ടാവാം ഒരു ഭാഗത്ത്. മറ്റത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാലമ്പലം ചുറ്റാൻ പോയ സ്ത്രീയല്ലേ, നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കണം, ആ ഗ്രൂപ്പിൽ ദിവസേന പ്രാർത്ഥന അയക്കുന്നുണ്ട്, അത് ഏറ്റി ചെല്ലണം, ഇല്ലേ, ശ്ലോകം അയക്കുന്നുണ്ട്, നിരുപദ്രവകരമായിട്ടുള്ള കാര്യമൊക്കെ ആയിട്ടാണ് നല്ലൊരു സ്തോത്രം അയച്ചു തന്നിട്ടുണ്ട്, അത് നമ്മൾ പാടണം വൈകുന്നേരം. അപ്പോൾ അങ്ങനെ പാടി ഈ സ്തുതി അയച്ചു തന്ന ആളുകളോട് മാനസികമായൊരു അടുപ്പം വന്നു. അപ്പോൾ അവർ പറയുന്നത് കേട്ടിട്ട് ചില കമ്മ്യൂണിസ്റ്റ് ഇവരൊന്നും ശരിയല്ല, ഇവരെല്ലാം ആളാകെ മോശക്കാരാണെന്ന് പറയുമ്പോൾ അതേ ശരിക്കും ഞങ്ങൾക്കും അങ്ങനത്തെ അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞ് പതുക്കെ ഇടതുപക്ഷ ആശയഗതികളിൽ നിന്ന് മനുഷ്യരെ അകറ്റിക്കൊണ്ടുപോകുകയാണ്. എന്ത് സമർത്ഥമായ തന്ത്രമാണെന്ന് ആലോചിച്ചു. അപ്പം നിർദോഷമാണെന്ന് നമ്മൾ കരുതുന്ന വലതുപക്ഷ ആശയ വ്യതിയാനത്തിലേക്കുള്ള കരുക്കളാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കായിട്ടൊരു കുഴപ്പമൊന്നും വരില്ല. ചിലപ്പോൾ ഒരു പാർട്ടി ക്ഷീണിച്ചു പോയി നോക്കാം, ഏത് പാർട്ടി ആയാലും. പക്ഷെ ക്ഷീണിക്കുന്നത് ആ പാർട്ടിയല്ല, പകരം മനുഷ്യ സമൂഹമായിരിക്കും.